ഒരു ഐഡിയൽ മാരേജിന് ഇന്ന ഏജ് അങ്ങനെ പറയാനുണ്ടോ? ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബേബി അല്ലാത്ത രീതിയിലേക്ക് ഒക്കെ ഉള്ള അവസ്ഥയിലൊക്കെ കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് വരാറുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു 3 months ആകുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിച്ചോടും, എന്തേ വിശേഷം ആയില്ലേ, ഇനിയും ആയില്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീയെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ശരിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് പുരുഷനും സ്ത്രീക്കുണ്ടെന്നില്ല. 30% കാരണങ്ങൾ പുരുഷനാണ്, 30% കാരണങ്ങൾ സ്ത്രീകളിലുണ്ട്. ബാക്കി 25% അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയാണ്. അതിനൊപ്പം ഹോമിയോപ്പതിക് മെഡിസിനാണ് അവിടെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തത്. മെഡിസിനും കൂടി കൊടുത്തു, പ്ലസ് കൗൺസിലിംഗ് സപ്പോർട്ടും കൊടുത്തു. അങ്ങനെ ഒരു 4 months ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇവർ നോർമലായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായി. അങ്ങനെയാണ് നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി അവിടെ സംഭവിച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം, എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഫാലിഹ, മെഡിക്കെയർ ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ കൺസൾട്ടൻസ് ആണ്. ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിൾ വരികയാണെങ്കിൽ ലൈഫ് സ്റ്റൈലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരുടെ ജോലി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അതെ, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പുരുഷ വന്ധ്യതയിലാണെങ്കിൽ അവരുടെ ഭക്ഷണ രീതി, ഇപ്പോൾ പ്രത്യേകിച്ച് അമിതവണ്ണമുള്ള ആളുകളിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയാനും അത് വന്ധ്യതയിലേക്കൊക്കെ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ട് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പം നമ്മുടെ ബ്രൂവറീസിൽ അല്ലെങ്കിൽ ഈ മറ്റേ കിച്ചണിലൊക്കെ, ബേക്കറിയിൽ, കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം അവരുടെ നമ്മുടെ വൃഷണം ശരിക്ക് നമ്മുടെ ബോഡിക്ക് പുറത്ത് തന്നെ സജ്ജീകരിച്ച് നിൽക്കുന്ന ചില ടെമ്പറേച്ചർ കുറക്കാനും ആ ടെമ്പറേച്ചർ കുറവ് ഉള്ളതുകൊണ്ടാണ് സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്ക്രോട്ടം പുറത്ത് തന്നെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തേക്ക് ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിൽ നിന്നും കുറച്ച് ഡിഗ്രി കുറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ബോഡി ഹീറ്റാവും തോറും സ്പേമിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം ഹോട്ട് ബ്രൂവറീസിലോ അല്ലെങ്കിൽ ഹോട്ട് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ വേണമെങ്കിൽ ആ ജോലി ചിലപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് സമയം വെള്ളം അരയുടെ കീപ്പിട്ട് വെള്ളം നനച്ചിടാൻ പറയാം, അല്ലെങ്കിൽ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ ഒക്കെ വേണമെങ്കിൽ അവരുടെ അരഭാഗം ഒന്ന് കുറച്ച് സമയം താഴ്ത്തിയിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ ഒരു നനച്ച തുണി എന്തെങ്കിലും വേണമെങ്കിൽ വയറിന് ചുറ്റും ഒന്ന് കെട്ടി ജോലിയുടെ സമയത്ത് കൂടുതൽ ഹീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. അത് ജോലി സംബന്ധമായിട്ട് അവർക്ക് വരാവുന്ന ഒരു പ്രശ്നമാണ്. പിന്നീട് മെയിൽസിൽ തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പെയിൻറ്റ് ജോലി, കെമിക്കൽ എക്സ്പോഷർ. ഇപ്പോൾ ഈ ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ലെഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പെയിൻറ്റ് പണിക്കാരിൽ, പെയിൻറ്റ് വർക്കേഴ്സിൽ, അതുപോലെ ഇത്തരം കെമിക്കൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന ജോലിക്കാരൊക്കെ പരമാവധി അതിൻ്റെ എക്സ്പോഷർ കുറക്കുക. അവരുടെ ക്വാളിറ്റി കുറവുണ്ട്, സ്പെർമിൻ്റെ ക്വാണ്ടിറ്റി പ്രശ്നങ്ങളുണ്ട്, കോൺസെൻട്രേഷനിലൊക്കെ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നാൾ ഈ ഫെർട്ടിലിറ്റി ഒന്ന് കറക്റ്റ് ആവുമോളം ജോലി സ്കിപ്പ് ചെയ്യാനും ചെയ്യാവുന്നത് നല്ലതാണ്. പിന്നീട് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഡ്രൈവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്, കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, ബസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ലോറി ഡ്രൈവേഴ്സ് മണിക്കൂറുകളോളമായിരിക്കും അവർ ഇരിക്കുന്നത്. പിന്നെ അവരുടെ ക്യാബിനൊക്കെ ഭയങ്കര ഹീറ്റായിരിക്കും എപ്പോഴും. എത്ര മണിക്കൂർ നമുക്ക് പറയാം? ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി നിന്നിട്ട്, ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഇറങ്ങി നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൽ പലപ്പോഴും പല ട്രോളുകൾ വരാറുണ്ട്. മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എങ്ങനെയാണെങ്കിൽ പല കുട്ടികളുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകൾ വരാറുണ്ട്. പക്ഷേ നമ്മളതിൽ ഈ ഏറ്റവും ഇത് പറയുന്നത് ആരോടാണെന്നുള്ളതാണ്. എല്ലാ ആളുകളല്ല, പക്ഷേ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി ഓഫ് സ്പേംസ് കുറവുള്ള ആൾ, അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ ആ ഒരു സ്പേമിൻ്റെ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള ആളുകൾക്ക്, ഇപ്പോൾ കുട്ടികളുള്ള ആളുകൾ ഇതിലിപ്പോൾ അത്ര കെയർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് അവരെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. പിന്നെ വേറെല്ലൊരു സംഭവമാണ് നമ്മുടെ ബൈക്കിൽ, നമ്മുടെ യുവാക്കളുടെയൊക്കെ ഒരു ഹരാണ് മറ്റേ ബൈക്ക് റൈഡിങ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രോട്ടൊക്കെ കൂടുതൽ നമ്മുടെ അവരുടെ ചൂടാവും ചെയ്യും. അതുപോലെ അതിൻ്റെ ബോണറ്റിലൊക്കെ ജസ്റ്റ് ഹിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോഴും അതും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ സ്പേമിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ വെരിക്കോസീൽ പോലത്തെ കണ്ടീഷൻസൊക്കെ വരാൻ സാഹചര്യമുണ്ടാവും. അതും വന്ധ്യതയുടെ ഒരു കാരണമായിട്ട് വിലയിരുത്താവുന്നതാണ്. പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ജോലിഭാരം, അതുപോലെ ഉറക്കക്കുറവ്,
പിന്നെ അവരുടെ പലപ്പോഴും പ്രവാസികൾക്കൊക്കെ സാധാരണ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, അവർ ചിലപ്പോൾ 1-2 മാസത്തെ ലീവിനാണ് വരിക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ മോന് ഗൾഫിലാണ്, വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവന് വർഷത്തിൽ 2 പ്രാവശ്യം വരും. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവനാകെ 2 മാസമോ 3 മാസം ആകെ ഇവന് അവിടെ കൂടെ ഒരുമിച്ച് അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഒരിക്കലും വന്ധ്യത നമുക്ക് പറഞ്ഞിട്ട് ചികിത്സിക്കേണ്ട ഒരു കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ നിന്നാലേ അതെ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 ഇയർ ഇല്ലെങ്കിൽ മാത്രമേ. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രവാസികളോട് പറയേണ്ടത് അവരുടെ ഉറക്കക്കുറവ്. ഇപ്പോൾ രാത്രി പല ആളുകളും രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലെ ആളുകളുണ്ടാവും. പക്ഷേ അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഡേ സമയത്ത് അവരുടെ റൂമൊക്കെ നന്നായിട്ട് ഡാർക്കൻ ചെയ്തിട്ട് അവർ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഉറക്കം കൃത്യമാവുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സർക്കാരിയ റിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രി നന്നായിട്ട് ഇരുട്ടൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഉറക്കവും കാര്യങ്ങളും നമ്മുടെ ഹോർമോൺസൊക്കെ കറക്റ്റ് ലെവലിൽ വരുന്നത്. നമ്മൾ ഈ ഡേ ടൈമിൽ സൺ ഹീറ്റ് വരുമ്പോൾ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമൊക്കെ നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് ശരിക്ക് ഇരുട്ടാക്കിയിട്ട് വേണം പകൽ സമയത്ത് അവരങ്ങനെ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉറങ്ങാൻ. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ ഉറങ്ങുന്ന സമയം വളരെ കുറവാണ്. പലപ്പോഴും നമ്മൾ ഫോണൊക്കെ ഉപയോഗിച്ച് അമിതമായിട്ട് രാത്രി സമയമൊക്കെ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ അവരുടെ ഉറക്കത്തെ ബാധിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉറക്കം കൃത്യമാക്കുക, ജീവിതശൈലി ക്രമീകരിക്കുക, അമിതമായിട്ടുള്ള പൂരിത കൊഴുപ്പുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇതെല്ലാം ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഈ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ ഫോണായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാവരും ഫോൺ പോക്കറ്റിലൊക്കെ ഇട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ ഫോണും വന്ധ്യതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫോൺ റേഡിയേഷനും വന്ധ്യതയും തമ്മിൽ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇതിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈം മൊബൈൽ പോക്കറ്റിലിടും. അങ്ങനെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ചൂടുകൾ ചിലപ്പം ആ ചൂട് കാരണം ചിലപ്പോൾ നമ്മുടെ സ്ക്രോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ക്വാളിറ്റി ഓഫ് സ്പേംസ് കുറയാനും സ്പേമിൻ്റെ കൗണ്ട് കുറയാനൊക്കെ ചിലപ്പോൾ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അല്ലാതെ ഫോണ് ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് വന്ധ്യത ഉണ്ടാവാനുള്ള സാഹചര്യമൊന്നുമില്ല. അത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഫോൺ ഉപയോഗിക്കും റേഡിയേഷൻ വരുന്നതുകൊണ്ട് ക്വാളിറ്റി ഓഫ് സ്പേംസ് കുറയും എന്നുള്ളതൊക്കെ. പക്ഷേ അത്തരം പഠനങ്ങളൊന്നുമില്ല. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂടാവാതിരിക്കുക. പിന്നെ കുറേ സമയം പിന്നെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലാപ്ടോപ്പിൻ്റെ ഉപയോഗം. നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മടിയിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിന് ശരിക്കൊരു നല്ലൊരു 72 ഡിഗ്രിയോളം അതിൻ്റെ ഹീറ്റ് ഉള്ളിലെ മെഷീൻസൊക്കെ ചൂടാവാൻ സാധ്യത. അപ്പോൾ കുറേ സമയം നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇത്രയും ഹീറ്റ് പ്രശ്നങ്ങളെ കൊണ്ട് വന്ധ്യതയിലേക്ക് ഒരു കാരണം. അപ്പം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ മേശയിലോ എന്തെങ്കിലും ടേബിളിലോ വെച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വന്ധ്യത ഉള്ള ആൾക്കാർ മാത്രം അത് പ്രത്യേകം പറയണം. അതെ, വന്ധ്യതയുള്ള ആളുകൾ ട്രോൾ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ആളുകളും ലാപ്പ് ഉപയോഗിക്കരുത് എന്നല്ല. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ചികിത്സ തേടുന്ന ആളുകൾ അതും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.